വിക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിരന്തരമായിട്ട് വിദ്യാർത്ഥികൾ വാട്സപ്പിലൂടെയും അതോടൊപ്പം തന്നെ വിളിച്ചുമൊക്കെ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം നമ്മളുടെ SSLC +1 +2 പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കാരണം സൈറ്റുകളിലൊക്കെ നിരവധിയായിട്ടുള്ള എന്ന് വരും എന്നുള്ള കൃത്യമായ ഡേറ്റുകളൊക്കെ പ്രചരിക്കുന്നു എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഇത് SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിലുള്ള ഒരു തീയതിയാണ്. മെയ് മാസം 8-ാം തീയതി SSLCയുടെ പരീക്ഷാഫലം പുറത്തുവരും എന്ന് ഒരു സൈറ്റിൽ കൃത്യമായി തന്നെ പ്രവചിച്ചിരിക്കുന്നു. ഇത് +2വിന്റെ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. +2വിന്റെ പരീക്ഷാഫലം നമുക്ക് മെയ് മാസത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നുള്ള വാർത്തയുണ്ട്. ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഇത് +1ന്റെ പരീക്ഷാഫലമാണ്. 2025 +1ന്റെ പരീക്ഷാഫലം ഈ മാസം 28-ാം തീയതി വരും എന്നുള്ള കൃത്യമായ ഒരു ഡേറ്റ് പ്രവചിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന വിദ്യാർത്ഥികൾ ഒരുപാട് ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ വാട്സപ്പിലും ഒക്കെ തന്നെ റീലാക്കിക്കൊണ്ട് അയ്യോ ഞങ്ങൾക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞുള്ള അല്ലെങ്കിൽ KGFലെ ആ മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് ആ സാധനമൊക്കെ ഇട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നിരന്തരമായിട്ട് സ്റ്റാറ്റസ് ഇടുകയും അതോടൊപ്പം തന്നെ അത് എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഒരു കൃത്യമായിട്ടൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മെയ് മാസം 8 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം SSLCയുടെ പരീക്ഷാഫലം വന്ന തീയതിയാണ്. മെയ് മാസം 28 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം +1ന്റെ പരീക്ഷാഫലം പുറത്തു വന്ന തീയതിയാണ്. സ്വാഭാവികമായിട്ടും ഇത്തവണയും എല്ലാ സൈറ്റുകളും പറയുന്നത് ഈ മാസങ്ങളിൽ ഇന്ന തീയതികൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് അനുസരിച്ചാണ് ഇത്തവണയും ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഡേറ്റുകളിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്ത മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അല്ലാതെ ഇത് കൃത്യമായിട്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഒഫീഷ്യലി പുറത്തിറക്കിയ ഒരു ഡേറ്റ് അല്ല എന്നെല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. നിലവിൽ ഇതുവരെ എന്ന് റിസൾട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു കൺഫർമേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായി പറയുവാൻ കഴിയുന്ന ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ള യാഥാർത്ഥ്യ ബോധം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. വാല്യുവേഷൻ കഴിഞ്ഞിട്ടില്ല. വാല്യുവേഷൻ പ്രൊസീജിയർ നടക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഗ്രേസ് മാർക്ക് അടക്കം ടാബുലേഷൻ അടക്കം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്ന് റിസൾട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക. ഇത് സൈറ്റുകളൊക്കെ തന്നെ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈറ്റുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം വന്ന ഡേറ്റിന്റെ സാഹചര്യത്തിൽ ഇത്തവണ ആ ഡേറ്റിലായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ എല്ലാ തവണയും വിദ്യാഭ്യാസ വകുപ്പ് ഓരോ വർഷവും ഡേറ്റുകൾ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിനേക്കാൾ മുമ്പേ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതിയാണ് ഈ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നേരത്തെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വലിയ അഭിമാനമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരത്തെ തന്നെ ഡേറ്റ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ +1ന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട് +2വിനോടൊപ്പം തന്നെ വാല്യൂ ചെയ്യുന്നതിനാൽ ആദ്യമായിട്ടാണിത്. അതുകൊണ്ട് തന്നെ +2വിന്റെ റിസൾട്ട് ചിലപ്പോൾ അതിനുശേഷം കഴിഞ്ഞ വർഷം മെയ് മാസം 9-ാം തീയതിയാണ് വന്നത്. അതിനുശേഷമോ അല്ലെങ്കിൽ അതിനും അതേ സമയത്തോ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. +1ന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട് ഇന്ന് വരും എന്നുള്ള വാർത്തകളൊക്കെ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള കൺഫർമേഷൻ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലൊന്നും അങ്ങനെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പതിവ് വിദ്യാഭ്യാസ വകുപ്പിനില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. വളരെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.